ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് മഴതോരും മുമ്പേൽ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. പിന്നെ സിസ്റ്റർ പറയുന്നുണ്ട് 5 മിനിറ്റേ സംസാരിക്കാൻ അനുവാദം തന്നിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് പറയും. ശരി, പെട്ടെന്ന് ഇറങ്ങാൻ സിസ്റ്ററെ എന്ന് പറഞ്ഞു സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് ബാലേട്ട, ഒരു മനസ്സമാധാനമൊക്കെ കിട്ടിയോയെന്ന് ചോദിക്കും. എന്ത് മനസ്സമാധാനം, അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു, ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യണ്ടല്ലോ, ഇപ്പോഴത്തെ അവസ്ഥ അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കേണ്ടെന്ന് പറയും. നമുക്ക് കേസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ബാലേട്ട, ഇത് സത്യമാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ, ചിലപ്പം പൈസയ്ക്ക് വേണ്ടി എങ്ങാണോ എന്തെങ്കിലും ആയതാണോ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കാം എന്ന് ബാലേന്ദ്രനോട് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റിന് ശിക്ഷ അനുഭവിക്കണം. എന്തായാലും ആദ്യം നമുക്ക് രോഹിത്തിനെ ജാമ്യത്തിലിറക്കാം, അതിനുശേഷം രോഹിത്ത് തന്നെ പറയും നടന്നത് എന്താണെന്ന് രോഹിത്തിനെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. അവനെ ജാമ്യത്തിലിറക്കണം തന്നെ ഞാൻ ആദ്യം കരുതിയത്, പക്ഷേ അത് മനസ്സനുവദിക്കത്തില്ലല്ലോ ഗോവർദ്ധ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സ്വന്തം മകനില്ലേ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഞാൻ കരയുകയാണ്. ബാലേട്ടൻ വിഷമിക്കേണ്ട, എന്തായാലും ഞാൻ കേസിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അലീനയെ നോക്കുമല്ലോ, അതുകൊണ്ട് ബാലേട്ടനൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്, സമയത്തിന് മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കുക, ബാക്കി എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അലീനയോട് പറയണം, ഞാൻ പറയുന്ന കണക്ക് അലീനയോട് ചെന്ന് പറയണമെന്ന് പറയും. അങ്ങനെ അലീനയോട് പറഞ്ഞേൽപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം അലീന രോഹിത്തിൻ്റെ റൂമൊക്കെ പരിശോധിക്കുകയാണ്. രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് അലീനയുടെ മനസ്സിൽ. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രോഹിത്തിനെ രക്ഷിക്കാമെന്ന് കരുതി മുറിയൊക്കെ അരിച്ചു പറക്കുന്നുണ്ട്. ആ സമയത്ത് മുറിയിൽ നിന്ന് എന്തൊക്കെയോ ചെറിയ തെളിവുകൾ അലീനയ്ക്ക് കിട്ടുന്നുണ്ട്. അലീന അതെല്ലാം കളക്ട് ചെയ്ത് വെക്കുകയാണ്. ആ സമയത്ത് ഗോവർദ്ധൻ കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോൾ ഓടി ചെന്നിട്ട് ചോദിക്കും, അങ്കിളെ അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛനെ കണ്ടോ, സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, അച്ഛനോട് സംസാരിച്ചു, അച്ഛന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷൻ മാത്രമേ ഉള്ളെന്ന് പറയും. എന്നാൽ രോഹിതൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ഗോവർദ്ധനോട് കൃഷ്ണ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അലീന എവിടെ നോക്കും. അലീന ചേച്ചി മുകളിലുണ്ട്. എന്താ അങ്കിളെ, അല്ല അലീനയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനായിട്ട് ബാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും. അപ്പോഴത്തേക്ക് ബബിത ഇങ്ങോട്ട് വരും. അതെന്താ അവളോട് മാത്രം പറഞ്ഞേൽപ്പിക്കാൻ, ഞങ്ങൾ അച്ഛൻ്റെ മക്കളില്ലയോ, ഞങ്ങളടുത്ത് പറഞ്ഞാൽ പോരെയെന്ന് ചോദിക്കും. അപ്പോൾ ഗോവർദ്ധൻ പറയും, അലീനയോട് പറഞ്ഞേൽപ്പിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അവളോട് തന്നെ പറയണമെന്ന് പറയും. അങ്ങനെ ഗോവർദ്ധനെ കണ്ട പാതെ അലീന ഓടി വരുന്നുണ്ട്. അങ്കിളെ അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും. അച്ഛൻ കുറച്ച് കാര്യങ്ങൾ അലീനയോട് പറഞ്ഞ് ഏൽപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അത് പറയാനാണ് വന്നതെന്ന് പറയും. ഉച്ചയ്ക്ക് കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണോ അങ്കിളെ എന്ന് ചോദിക്കും. കേസിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവനെ ജാമ്യത്തിൽ ഇറക്കണ്ടെന്നാണ് പറഞ്ഞത്, പിന്നെ പറഞ്ഞു എൻ്റെ മകനില്ലേ, അവനെ സ്വന്തം മകനായതുകൊണ്ട് എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കേസിൻ്റെ കാര്യമൊക്കെ നോക്കണം, ഒരു വക്കീലിനെ ഏർപ്പാടാക്കണം എന്നൊക്കെ പറഞ്ഞു. അതാ അങ്കിളെ ആദ്യം രോഹിത്തിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം, എന്നിട്ട് അവനെ കൊണ്ട് തന്നെ നമുക്ക് സത്യം എന്താണെന്ന് വെച്ചാൽ പറയിപ്പിക്കാം. നടന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞതിൽ നമുക്കറിയാൻ പറ്റും, ഇത് പോലീസുകാർ പറയുന്നതിൽ നമുക്ക് അറിഞ്ഞിട്ടുള്ളതെന്ന് പറയും. ഞാൻ എന്തായാലും നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാമെന്ന് പറയും. ഇതിനെല്ലാം കാരണം ആ കൊല്ലപ്പള്ളിയിലെ ഹരിയാങ്കളെ എത്ര തവണ അവനോട് പറഞ്ഞെന്നറിയാവോ, ഞാനും അച്ഛനും മാറി പറഞ്ഞു അവനുമായിട്ടുള്ള ചങ്ങാത്തം നല്ലതല്ലെന്ന്. ഇപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തുവായി, ഇപ്പം രോഹിത്തിനെ അവൻ ജയിലിൽ കയറ്റിയില്ലേ, അവന് ജയിലൊന്നും പ്രശ്നമല്ല. അതുപോലെയാണ് രോഹിത്തിൻ്റെ കാര്യം. അച്ഛൻ ഇത് എന്തൊക്കെ അച്ഛൻ സഹിക്കണമെന്ന് പറഞ്ഞ് അലീന വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ പറയും, മോള് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും വക്കീലിനെ കാണാം, അതിനുശേഷം രോഹിത്തിനെ കാണാൻ ശ്രമിക്കാം, നമുക്ക് എന്തായാലും അവനെ പുറത്ത് കൊണ്ടുവരാം. ഇനിയിപ്പോൾ നാണക്കേടല്ലേ, പുറത്തിറങ്ങാൻ പറ്റുമോ, മീഡിയ പോലും ഇത് ആഘോഷിക്കുക, പത്രത്തിൽ വാർത്തയായി, ന്യൂസ് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാനാണ്, നാണക്കേട് കാരണം പുറത്ത് മനുഷ്യർക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയതെന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി രോഹിത്തിൻ്റെ മുറിയിൽ നിന്ന് തെളിവുകൾ കളക്ട് ചെയ്യുന്ന അലീനയ്ക്ക് രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം. അപ്പം അതിൻ്റെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഏത് വിധേനയും സ്വന്തം അനിയനെ രക്ഷിക്കാനായിട്ട് അലീന ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.